നിന്റെ അമ്മനെ കൊണ്ട് വിളിക്കണി. സഹായ കമ്മിറ്റികളെ കാവൽപ്പട്ടികളൊക്കെ അവിടെ വിളിച്ചോ. എന്താ നിങ്ങൾക്ക് വേണ്ടത്? തന്റെ പെണ്ണുമ്പിള്ള വിളിക്ക് പറയാം. എന്താണോ? ഈ മുറിയിൽ എന്റെ കൂടെ സാധനങ്ങൾ ഇരിപ്പുണ്ടായിരുന്നു, എനിക്കത് വേണം. ഉണ്ടായിരുന്നൊക്കെ നിന്റെ ആ ചെക്കൻ കൊണ്ടുപോയിട്ടുണ്ട്. അത് മാത്രമല്ല വിലപിടിപ്പുള്ള പലതും ഉണ്ടായിരുന്നു. നുണ പറയരുത്. ഒരു കട്ടിലും കസേരയും എല്ലാവരും എന്തോന്നാ ഉണ്ടായിരുന്നത്? പലതും ഉണ്ടായിരുന്നു. നിങ്ങളോടാണ് അത് എന്റെ മുറി നിർത്ത് പുറത്തിടാൻ പറഞ്ഞത്. നിന്റെ മുറിയോ? അതും നിന്റെ വീട്ടില്? മുറി ഞാൻ വാങ്ങാൻ പറഞ്ഞുറപ്പിച്ച് 1000 രൂപ അഡ്വാൻസ് വന്ന മുറി എന്റെ മുറിയാ. ഞാൻ ഇല്ലാത്തപ്പോ തുറക്കാൻ നിങ്ങൾക്ക് എന്താ അവകാശം? ഞങ്ങളുടെ മുറി തുറക്കാൻ ഞങ്ങൾക്ക് എന്താ അവകാശം എന്നോ? അതെന്ത് വർത്താനാ? താൻ മിണ്ടരുത്. ഇവിടെ എന്റെ കാശ് മേടിച്ചത്. നിന്റെ അമ്മയെ പോയി വലിയടാ ഇവളൊന്നും. എന്റെ കാശ് വെച്ചിട്ട് ന്യായം ഇയാളെ ഭരിക്കുന്നത് എന്നെ ഭരിക്കാമെന്നാണല്ലോ. അടിച്ചാൽ പല്ല് കർപ്പിക്കും. ഒന്ന് അറിയടാ, ഒന്ന് കാണട്ടെ. എന്റെ അമ്മണി നീ നടക്കുന്നുണ്ടോ? അറിയടാ, ഒന്ന് കാണട്ടെ. അല്ലേ നിലക്കേക്ക് അവന്റെ കാശ് മേടിച്ചത് നിന്നെ ചേർന്ന് പടയ്ക്കുന്നു. നിങ്ങൾ ഇതിൽ ഇടപെടരുത്. എവരോട് ഞാൻ കാശ് വാങ്ങിച്ചിട്ടുണ്ടോ അത് ഞാൻ കൊടുക്കുകയും ചെയ്യാം. അല്ലാതെ വിലപിടിപ്പുള്ള ഒരു സാധനവും ഇവിടെ ഉണ്ടായിരുന്നില്ല. കാശ് മേടിച്ചിട്ടുണ്ടല്ലോ, അതെനിക്കിപ്പോ കിട്ടണം. കാശ് ഇപ്പൊ എന്റെ കയ്യിലില്ല. ഉണ്ടാകുമ്പോ അങ്ങ് തന്നേക്കാം. പോയി പള്ളി പറഞ്ഞാൽ മതി. ഉണ്ടാകുമ്പോ ഒലത്താന്ന്. ഒരാഴ്ചക്കുള്ളിൽ എന്റെ കാശ് കിട്ടിയില്ലെന്നുണ്ടല്ലോ, രവി അത് മുതലാക്കും. അത് ഓർത്തോ. സഹായ കമ്മിറ്റിക്കാരും രക്ഷകർത്താക്കന്മാരൊക്കെ കേൾക്കാനാ പറയണത്. അവളാണല്ലേ? അവള് രംഭ, മറ്റുള്ള മേനക. ഇവിടെ കണ്ട കണ്ണും മൂക്കും ചെത്തോന്ന് പറഞ്ഞതൊക്കെ എവിടെ പോയി? വരുമ്പോ പറഞ്ഞേക്കടി രവി ഒന്നു. ഇനിയും വരുമെന്ന് പറഞ്ഞേക്ക്. വാ. ഇപ്പൊ കിട്ടിയില്ലേ? ഞാൻ അന്നേ പറഞ്ഞതാണ് അന്ത് ചക്രവർത്തിമാനം ചെലവ് ചെയ്ത് നമുക്ക് അപകടമാണ്. എനിക്ക് കഴിവുകൊണ്ടിരിക്കുന്ന നേരാ. ഇപ്പൊ എനിക്ക് മാത്രമായി കുറ്റം. നിങ്ങൾ നക്കി കുടിച്ചതല്ലേ? ആയി കളിക്കാനാണ് ഇറങ്ങി വന്നിരിക്കുന്നേ. കയറി പോയാകത്തോ ഒറ്റ എണ്ണത്തിന് ഇനി വഴി കണ്ടുപോകരുത്. ഈ ബുദ്ധി നേരത്തെ തോന്നിയെങ്കിൽ കൊള്ളായിരുന്നു. കണ്ട ലോറിക്കാരുടെ മുമ്പിൽ പെൺകുട്ടികളെ മേശ കൊടുക്കാനും വിളമ്പാനും വിട്ടിട്ട് ഇപ്പോ ശ്രീധരേട്ടനോടുള്ള ഹോള ഇവിടെ ഒന്ന് കാണിച്ചിട്ട് പോയത്. അവന് ഉണ്ടാവാതിരുന്നത് ഭാഗ്യം. ഉണ്ടായിരുന്നെങ്കിൽ കത്തിക്കുത്തിലേ അവസാനിക്കുള്ളൂ. അവൻ നാട്ടിൽ പോയിരിക്കുക. കല്യാണത്തിന്റെ വല്ലതും നാട്ടിൽ അവനൊരു ആശാനും മോളുണ്ട്. സ്വന്തം അച്ഛനും പെങ്ങളോ. അവര് വന്നിട്ട് വേണം ദിവസം നിശ്ചയിക്കാൻ. ഉടനെ ഉണ്ടാവുമോ? എന്തിനാ നീട്ടുന്നേ? കല്യാണം കഴിഞ്ഞ് ആശാനും മോൾ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരണം അവന്റെ പ്ലാൻ. ആശാനോട് ഞാനൊന്നും പറയില്ല, ഒക്കെ നീ പറഞ്ഞോളാം. അതൊക്കെ നമ്മളേറ്റ്. ഇനി ബാധിച്ച കാര്യങ്ങൾ നിങ്ങൾ അന്വേഷിക്കണ്ട. നിങ്ങൾ കെട്ടുന്ന സമയത്ത് റെഡി ഉണ്ടായാൽ മതി. ഞങ്ങൾ കാരണന്മാർ ആലോചിച്ച് ചെയ്യും. കെട്ട് കഴിഞ്ഞിട്ടുള്ള കാര്യം നിങ്ങൾ കാരണന്മാർ ആലോചിച്ച് ചെയ്യും. ഒരെണ്ണം നന്നാണല്ലോ. അല്ല, നമ്മൾ ആശാന്റെ വീട്ടിൽ മുമ്പ് തന്നെ ഇത്ര ആളിരിക്കുന്നു. നിനക്ക് ആള് വന്നിട്ടാ പോന്നെ? അല്ല, എന്താ അറിവില്ലേ? രാധ ഇന്നലെ രാത്രി വണ്ടിക്ക് തലവെച്ചു. രാവിലെയാണ് അറിഞ്ഞത്. പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോയിട്ടുണ്ട്. ആശാൻ അകത്തുണ്ട്. ആശാനെ അറിയിച്ചു. അറിയിക്കാണ്ടിരുന്നിട്ടുള്ള കാര്യം അറിഞ്ഞിട്ട് ഒന്ന് പൊട്ടിക്കരഞ്ഞു പോലുമില്ല. വന്നു കേൾക്ക. ഇന്നലെ കൊച്ചു പിള്ളേരെ പോലെ ആയാലോ? ആശാനെ സമാധാനിപ്പിക്കുക. എന്റെ ശബ്ദം കേട്ടു. അപ്പൊ അറിഞ്ഞൂലല്ലേ കാര്യങ്ങളൊക്കെ. അങ്ങനെ ആ ഭാരം അങ്ങോട്ട് ഒഴിഞ്ഞു. അമ്മേ ശകലം. നീ ഇങ്ങനെ കൊച്ചുകുട്ടികളെ പോലെ എങ്ങനെയാ? ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഒരാളില്ലാണ്ട് വിഷമിക്കായിരുന്നു ഞാൻ. രാമ 12 നമുക്ക്. മഴ എപ്പോഴാ പൊഴിയാന്ന് പറയാൻ പറ്റില്ല. അവള് വരുമ്പോ മഴ വന്നായിരുന്നല്ലോ. ആശാനകത്ത് പോയി കിടക്കും. ഞാൻ പോയി കിടന്നാൽ എങ്ങനെയാ? ആളോട് വരുമ്പോ മര്യാദ വർത്താനം പറയാൻ ഒരാൾ വേണ്ടേ? ഉടനെ എല്ലാം കഴിച്ചു തരും. ആശുപത്രിയിലേക്ക് പഞ്ചായത്ത് മുമ്പ് പോയിട്ടുണ്ട്. അവരുടനെ കഴിച്ചു തരും. എവിടെ ഡോക്ടർമാരല്ലേ, അവർക്ക് എന്ത് കിട്ടിയാലും കീറണം. അവളെ 10-15 കർഷകത്തെ കൊണ്ടുപോയിരിക്കണേ. കീറാനൊന്നും ഇല്ല, എന്നാലും കീറണം. ഇങ്ങനെ സംസാരിക്കാതിരിക്കാമോ? എനിക്കൊരു പേടി. എനിക്ക് ആള് കൊണ്ടുവരാ. എന്തിന്? അവനല്ലേ കാണേണ്ടത്. അവൻ ഈ കാഴ്ച കാണണം. നമ്മളൊന്നുമല്ല, അവനാണ് കാണേണ്ടത്. ആ തെണ്ടി
അവള് നമ്മളിന്ന് പലതും മറച്ചു വെച്ചണം. എന്നോട് തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ ഈ കടുകയും ചെയ്യേണ്ടി വരില്ല. ശാന്തിയില്ലാത്ത കുട്ടിയെ വളർത്താനും ഞാൻ തയ്യാറായിരുന്നു. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ആശാനെ. മനസ്സിലാക്കി തരാം. വാ. മനസ്സിലാക്ക. പ്രിയപ്പെട്ട അച്ഛ, പാപിയായ ഈ മോളോട് പൊറുക്കണം. അച്ഛൻ വേഗം മരിക്കണമെന്ന് പ്രാർത്ഥിച്ച മോളാണ് ഞാൻ. എന്റെ പ്രാർത്ഥന നടന്നിരുന്നെങ്കിൽ അച്ഛൻ ഇത്ര ദുഃഖിക്കേണ്ടി വരില്ല. ഇപ്പോൾ അച്ഛന്റെ എല്ലാ മാനാഭിമാനങ്ങളും തകർത്തുകൊണ്ടാണ് ഈ മകൾ പോകുന്നത്. സ്നേഹിച്ച പുരുഷന് മനസ്സും ശരീരവും കൊടുത്ത വിട്ടിയാണ് ഞാൻ. അയാൾ എത്ര നിഷേധിച്ചാലും ഒടുവിൽ എന്നിലേക്ക് തിരിച്ചു വരുമെന്ന് ഞാൻ വെറുതെ ആശിച്ചിരുന്നു. കാരണം അയാളുടെ കുഞ്ഞ് എന്നിൽ വളരുന്ന വിവരം അയാൾക്കറിയാം. ഇത്ര നാൾ ആരെയും അറിയിക്കാതെ കഴിഞ്ഞു. ഇനി അതിന് കഴിയില്ല. അച്ഛനില്ലാത്ത കുഞ്ഞിന്റെ മുത്തച്ഛനാകാൻ ഞാൻ അനുവദിക്കില്ല. എന്നോട് പുറത്ത് മാപ്പ് തരണം. രാധ. എനിക്ക് എന്റെ മോളെ എന്തോ കാണണം. ഓടിയ 10 അഴിഞ്ഞ് നിൽക്കില്ല. അതിനുകൊണ്ട് പിന്നെ പിടിച്ചിരിക്കും. ഓർമ്മയുണ്ടോ ഇത്? അലറി വിളിച്ചാൽ പോലും ഒരു കുഞ്ഞും കേൾക്കില്ല. അവൻ നിന്നെ കെട്ടാൻ പോകുന്നൊരു വാർത്ത കേട്ടു. ശരിയാണോ? അതെ. നിങ്ങളുടെ കാല് പിടിക്കാൻ ഞാൻ എന്ന് വിടണം. വിടാ. ധൃതി പിടിക്കരുത്. കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുക്കനെ കുറിച്ചൊന്നും അറിയണ്ടേ? അവൻ ആരാണെന്ന് നിനക്കറിയോ? അറിയാം. എല്ലാം അറിഞ്ഞിട്ടുണ്ടാവില്ല. നിന്റെ അച്ഛനെ വണ്ടി ഇടിപ്പിച്ച് കൊന്നാണെന്നറിയോ? അതും അറിയാം. എന്നോടെല്ലാം ഏറ്റു പറഞ്ഞിട്ടുണ്ട്. മനഃപൂർവ്വമല്ലല്ലോ, അപകടമല്ലേ? അത് ആർക്കും പറ്റും. പക്ഷേ പെടഞ്ഞു മരിക്കാൻ പോണവന്റെ പണം മോഷ്ടിക്കില്ല. അത് ഉറപ്പാ. ഓഹോ, അപ്പൊ എല്ലാം വിളമ്പി. ധൃതി പിടിക്കല്ലേ. കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കാൻ പോകില്ലേ? നല്ല കാര്യം. പക്ഷെ എനിക്ക് നിരാശപ്പെടാൻ പറ്റില്ലല്ലോ. വഴി മാറുന്നുണ്ടോ? നീ മുറിയിലോട്ട് നടന്നു. ഞാനിവിടെ കയറി വിവരം പറയാൻ വരാം. പോയി ശ്രീധര, എല്ലാം തകർന്നു പോയി. എന്താ മാനെ? എന്റെ സീതയുടെ ജീവിതം നശിച്ചു പോയി. ഒറ്റണ്ടി അവളുള്ള മാനം കെടുത്തിയടാ. ആര്? അതെ.
ആരും കാണണ്ട. എന്തൊക്കെയായാലും നിന്നെ കാണാതിരിക്കാൻ, നിന്നെ ഉപേക്ഷിക്കാൻ എനിക്ക് പറ്റില്ല സീതേ. വേണ്ട, ഞാൻ ചീത്തയായിപ്പോയി. ഇനി ഞാൻ വരില്ല ശ്രീധരേട്ട. നീ ചീത്തയായിട്ടില്ല. ഞാൻ വിളിച്ചാൽ നീ വരും. വരണം. എന്നാലും നീ ആള് ഭയങ്കരനാ. എന്നോട് പോലെ ഒരു വാക്ക് പറയാതെ ഒറ്റയ്ക്ക് ഒപ്പിച്ചു മതിയല്ലോ. അവൻ കെട്ടിക്കൊണ്ടുപോകുന്ന മുൻപ് സാധിച്ചില്ലെങ്കിൽ പിന്നെ നടക്കില്ല. ഇനി അവൻ സുഖമായിട്ട് ജീവിച്ചോട്ടെ. കെട്ടിക്കൊണ്ടുപോയില്ലെങ്കിൽ നമുക്ക് വരാതില്ല. ഒരു പെഗ് വെച്ച് കൊടുക്കണ. അവൻ കല്യാണം വിളിക്കാൻ വന്നതാ. അല്ലടാ, ഇവന്റെ അടിയന്തരം വിളിക്കാൻ വന്നതാ. എന്നെ കൊണ്ടേക്ക് ശ്രീരേട്ട. എനിക്കിനി ജീവിക്കണ്ട. നീ ജീവിക്കണം. കാല് മുറിച്ച തവളെ പോലെ നീ കിടന്ന് എഴയണം. അത് കാണാൻ കാത്തിരിക്കുന്ന കുറെ പേരുണ്ടാ. വിളിക്ക്, വിളിക്ക്, ഉറക്കെ വിളിക്ക്. അത് കേട്ടെന്റെ രാധ ആത്മാവ് ചിരിക്കട്ടെ. ഇനി നിന്നെ എനിക്കെന്റെ കല്യാണം വിളിക്കണം. സീതയെ ഞാൻ കെട്ടൂടാ. എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ. അവള് ചീത്തയല്ല. നിനക്കവളുടെ മനസ്സിലൊന്ന് തൊടാൻ പോലും പറ്റില്ല. ആ മനസ്സ് മുഴുവൻ ഇവിടെ ഉണ്ടോ? ഇവിടെ